പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. പവർ പോയിന്റ് പ്രസന്റേഷന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇതുവരെ നമ്മൾ രണ്ട് ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെ ഭാഗം ചെയ്യുന്നത് എങ്ങനെയാണ് കൂടുതൽ സ്ലൈഡുകൾ നമ്മുടെ വീഡിയോയിൽ പ്രസന്റേഷനിൽ ആഡ് ചെയ്യുക എന്നതാണ്. അതിനായി ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തു വെച്ച പവർ പോയിന്റ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ബാക്കിയാണ് ചെയ്യുന്നത്. പുതിയ സ്ലൈഡ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ന്യൂ സ്ലൈഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്ലൈഡിൽ നിന്നും നമുക്ക് വേണ്ട സ്ലൈഡ്, അതായത് ഏത് ലേഔട്ടിലാണോ സ്ലൈഡ് വേണ്ടത് എന്നാൽ ആ വേണ്ട ലേഔട്ടിൽ സ്ലൈഡ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ രണ്ടാമതൊരു സ്ലൈഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ സ്ലൈഡ് ആഡ് ചെയ്തതിനു ശേഷം ഇതിൽ എന്താണോ നിങ്ങൾക്ക് ടൈറ്റിൽ വേണ്ടത് അത് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടാവും. എന്ത് കണ്ടന്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള കണ്ടന്റ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണോ ടൈറ്റിൽ എന്ന പ്രസന്റേഷൻ നമ്മുടെ രണ്ടാമത്തെ സ്ലൈഡിൽ എന്താണോ ടൈറ്റിൽ വേണ്ടത് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലേഔട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആവശ്യമുള്ള ലേഔട്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അത് ആവശ്യമെങ്കിൽ മാറ്റി നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ലേഔട്ട് മാറ്റി ശേഷം ആവശ്യമുള്ള വാക്ക് ടൈപ്പ് ചെയ്തു. ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ടൈപ്പ് ചെയ്തതിന് ശേഷമാണെങ്കിൽ വേണ്ടതെങ്കിൽ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഒരു ബുള്ളറ്റ് ലേഔട്ടുള്ള ഒരു ലേഔട്ടാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കാം. എന്താണോ നമുക്ക് അതിൻ്റെ കണ്ടന്റ് എന്താണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ കണ്ടന്റ് ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്കിവിടെ ബുള്ളറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബുള്ളറ്റ്സ് നമുക്ക് നെക്സ്റ്റ് എൻ്റർ അടിച്ചാൽ അടുത്ത ബുള്ളറ്റ് അവിടെ വരുന്ന രീതിയിലേക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. ചെയ്യാൻ കഴിയും. ഈ ബുള്ളറ്റ് നമുക്ക് മാറണമെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആവശ്യമുള്ള ബുള്ളറ്റ്, അതായത് ഏത് ബുള്ളറ്റാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഫോണ്ടിൻ്റെ സൈസൊക്കെ സാധാരണ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ സ്ലൈഡ് ചെയ്യുന്നത്. ഇത് രണ്ടാം സ്ലൈഡ് ചെയ്താൽ ഇനി അടുത്ത സ്ലൈഡ് ഉണ്ടെങ്കിൽ സെയിം ഓപ്ഷൻ തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുക. പുതിയ സ്ലൈഡ് ഏത് സ്ലൈഡാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഏത് ലേഔട്ടിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ലേഔട്ടിൽ ചെയ്യാൻ പറ്റും. ഈ ലേഔട്ടിൽ തന്നെ പല ഓപ്ഷനുകളായിട്ട് നമുക്കുണ്ട്. ഈ ലേഔട്ടിൽ നമുക്ക് കോളങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ചാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് ചിത്രം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ ചിത്രത്തിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ വരിക. ഏത് ചിത്രമാണോ വേണ്ടത് എന്ന് കരുതിയാൽ അതിനനുസരിച്ചുള്ള ചിത്രം നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഞാനൊരു ചിത്രം ഓപ്പൺ ചെയ്തു. ഈ ചിത്രം ആവശ്യത്തിന് വലുപ്പം നമുക്ക് കൊടുക്കണമെങ്കിൽ ഈ അടുത്തുള്ള ലേഔട്ടിലെ കോളം വേണ്ട എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചിത്രങ്ങൾ ആഡ് ചെയ്യാനും ആഡ് ചെയ്യാനും പറ്റും. കാരണം ഇവിടെ നമ്മളിപ്പോൾ 3 സ്ലൈഡ് നമ്മൾ ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ 4ാമത്തെ സ്ലൈഡ് വേണമെങ്കിൽ അവിടുത്തെ ഈ ന്യൂ സ്ലൈഡ് എന്നുള്ള ഓപ്ഷനിൽ നിന്നും അടുത്ത സ്ലൈഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് അതിൽ വരുന്ന ഓപ്ഷൻസ്. ലേഔട്ടൊക്കെ ചേഞ്ച് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 3 സ്ലൈഡ് വന്ന ശേഷം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിത്രങ്ങൾ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനോടെ ഞാൻ കാണിച്ചു തന്നു. നമ്മൾ ചെയ്ത പവർ പോയിന്റിൽ ചിത്രങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാൽ കുറച്ച് ഡീപ്പായിട്ട് പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.
ഇതിന് അനിമേഷൻ കൊടുക്കുന്നത് സെയിം കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ അനിമേഷൻസ് എടുക്കുക. വേണ്ട അനിമേഷൻസ് നമുക്ക് എന്താണോ ഇവിടെ വേണ്ടത് ചെയ്ത് കൊടുക്കുക. ഏത് അനിമേഷനാണോ വേണ്ടത് ആവശ്യത്തിലുള്ള അനിമേഷൻസ് നമുക്ക് ഓരോന്നോരോന്ന് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. ചിത്രങ്ങൾ അനിമേഷൻ ചെയ്ത് കൊടുക്കുക. ഫയൽ സേവ് ചെയ്യുക. ഇങ്ങനെ 3 സ്ലൈഡുകളാണ് നമുക്കിവിടെ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചിരുന്നത്. ഇങ്ങനെ എത്ര സ്ലൈഡുകൾ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ പല സ്ലൈഡിനും പല ലേഔട്ട് കൊടുക്കണം, പല സ്റ്റൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള സ്റ്റൈലുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്. ഏത് സ്റ്റൈലിനാണ് വേണ്ടത് ആ സ്റ്റൈലിൽ അനിമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. സ്ലൈഡിൻ്റെ ഡിസൈൻ നമുക്ക് ഈ ഡിസൈൻ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. എല്ലാ സ്ലൈഡിനും ഓപ്ഷൻ വേണമെങ്കിൽ എല്ലാ സ്ലൈഡിനും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സ്ലൈഡിന് മാത്രമേ ചെയ്യാനുണ്ടെങ്കിൽ ഒരു സ്ലൈഡിന് മാത്രമായിട്ടും ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് കൂടുതൽ സ്ലൈഡുകൾ ഇൻസേർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതിയാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.